ഭീമാപ്പള്ളി വെടിവെപ്പിനെ കുറിച്ചാണ്. ഭീമാപ്പള്ളി വെടിവെപ്പ് നടന്നിട്ട് ഇന്നേക്ക് 15 വർഷം പൂർത്തിയാവുകയാണ്. കേരള പോലീസ് നടത്തിയ നിയമവിരുദ്ധമായ വെടിവെപ്പിൽ അന്ന് കൊല്ലപ്പെട്ടത് 6 മനുഷ്യരാണ്. ദാവൂദ് സാർ, എങ്ങനെയാണ് ഈ ഭരണകൂട ഭീകരതയുടെ ഏറ്റവും വലിയൊരു ഉദാഹരണങ്ങൾ ഒന്നുകൂടിയാണത്? എങ്ങനെയാണ് ആ സംഭവത്തെ ഓർത്തെടുക്കുന്നത്? നമുക്ക് രശ്മി, ഭീമാപ്പള്ളി വെടിവെപ്പ് 2009 മെയ് 17 സംഭവിക്കുന്നത്. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പോലീസ് വെടിവെപ്പാണ്. എന്ന് പറഞ്ഞാൽ കാഷ്വാലിറ്റി ടേംസിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്നു, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുന്നു. 6 പേരാണ് അന്ന് കൊല്ലപ്പെടുന്നത്. പിന്നീട് അന്ന് വെടിവെപ്പിൽ പരിക്കേറ്റ ആളുകൾ പല സന്ദർഭങ്ങളിലായിട്ട് മരണപ്പെടുന്നുണ്ട്, 3 ആളുകൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 9 പേർ കൊല്ലപ്പെട്ട പോലീസ് ഫയറിംഗ് എന്ന് പറയാവുന്ന സംഭവമാണ്. അപ്പോൾ നമ്മളതിനെ കാണേണ്ടത്, ഇത്രയും അധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു പോലീസ് വെടിവെപ്പ് കേരളം അത് എങ്ങനെയാണ് എടുത്തത് എന്നുള്ളതാണ്. കേരളം അത് ഏതെങ്കിലും നിലക്ക് ചർച്ച ചെയ്തിട്ടുണ്ടോ? കേരളത്തിൽ അത് ഏതെങ്കിലും നിലക്ക് അത് ഒരു രാഷ്ട്രീയ വിഷയമായിട്ടുണ്ടോ? ആരെങ്കിലും അത് പരിഗണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ 15 വർഷത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ഭീകരമായ, എന്താണ് പറയുക, അങ്ങേയറ്റം മുഴക്കമുണ്ടാക്കുന്ന മൗനത്തിൻ്റെ 15 വർഷം കൂടെയാണ്. ആ നിലക്കുള്ളൊരു നിശബ്ദതയാണ് കേരളം അതിനോട് സ്വീകരിച്ചത്. നമുക്ക് കൂത്തുപറമ്പ് വെടിവെപ്പിനെ കുറിച്ച് നമ്മൾ ധാരാളമായിട്ട് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ തങ്കമണി സംഭവത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഭീമാപ്പള്ളി വെടിവെപ്പിന് കേരളീയ പൊതുസമൂഹം, പൊതുധാര, മുഖ്യധാര രാഷ്ട്രീയം ഈ നിലയിൽ വിസ്മൃതിയിലേക്ക് തള്ളിയിട്ടത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിലൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ അത് നോക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഭീമാപ്പള്ളി എന്ന് പറയുന്നൊരു പ്രദേശം തിരുവനന്തപുരത്തുള്ള ഒരു പിന്നോക്ക പ്രദേശമാണ്. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ്. നേരത്തെ തന്നെ മാധ്യമങ്ങൾ ഡിമണൈസ് ചെയ്ത് പൈശാചികവൽക്കരിച്ച് വെച്ച ഒരു പ്രദേശമാണ്. ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പൊതുവായ അനുഭവം ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ പോലും നമ്മൾ ഈരാറ്റുപേട്ടയെക്കുറിച്ച് മുമ്പ് സംസാരിച്ചാണ്. ഈ അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയാണ് അത് ഭീകരവാദികളുടെ കേന്ദ്രമാണ്. അത് പിന്നെ മിനി സിവിൽ സ്റ്റേഷന് വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ഭൂമി വിട്ടുതരാൻ വേണ്ടി ഗവൺമെൻറ്റിലെ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് പറയുന്നത് ഇതൊരു തീവ്രവാദത്തിൻ്റെ കേന്ദ്രമാണ്, അപ്പോൾ നമുക്ക് ഭാവിയിൽ കുറേ പ്രോജക്റ്റുകൾ ഉണ്ടാകും, അതുകൊണ്ട് ഈ ഭൂമി വിട്ടുതരാൻ പറ്റില്ലെന്ന് പോലീസ് മേധാവിയാണ് പറയുന്നത്. അപ്പോൾ മാധ്യമങ്ങളും ഔദ്യോഗിക സംവിധാനങ്ങളും എല്ലാം ചേർന്ന് ഭീകരവൽക്കരിക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിലെ അസംഗഡിനെ കുറിച്ച് BJP-കാർ പ്രസംഗിക്കുക ആതങ്കിഘട്ട് എന്നാണ്, തീവ്രവാദികളുടെ കേന്ദ്രം. ആ ഒരു പരിവേഷം കൽപ്പിക്കപ്പെട്ട ഒരു പ്രദേശമാണ് ഭീമാപ്പള്ളി. അത് എന്താണ്, കള്ളക്കടത്തുകാരുടെ കേന്ദ്രമാണ്, വ്യാജ CD-യുടെ കേന്ദ്രമാണ്, നിയമവിരുദ്ധ പ്രവർത്തന കേന്ദ്രമാണ്, പോലീസിന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു പാരലൽ വേൾഡ്, ഒരു അനദർ റിപ്പബ്ലിക് എന്നൊരു സംഗതി നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോലീസിന് കയറി പോലീസിന് എന്തും ചെയ്യാമെന്ന ഒരു പൊതുസമ്മതി ഉണ്ടാക്കിയെടുക്കണം ഈ മാധ്യമ പരികല്പനകളിലൂടെ ഉണ്ടായി വരുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ പോലീസ് കയറി വെടിവെക്കുന്നു. എന്തിനാണ് വെടിവെച്ചത്? ഏതാനും ദിവസമല്ല, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവിടുത്തെ ഒരു ലോക്കൽ ഗുണ്ട, കൊമ്പ് ഷിബു എന്ന് പറയുന്നൊരു ഗുണ്ട അവിടെ ഒന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്, ഇങ്ങനെക്കെതിരെ നടപടിയെടുക്കണമെന്ന് അവിടുത്തെ ഭീമാപ്പള്ളി ജമാഅത്തിൻ്റെ ഭാരവാഹികൾ ഔദ്യോഗികമായി പോലീസിനെ അറിയിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് അത് ചെവിക്കൊള്ളുന്നില്ല. അങ്ങനെ വീണ്ടും പ്രശ്നങ്ങളുണ്ടാകുന്നു. ആ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ ചെറിയ എന്തോ സംഘർഷം, അതിലാണ് പോലീസ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ പോലീസിൻ്റെ ഭാഷ എന്താണ്? ഇവർ ചെറിയ തുറ പ്രദേശത്തേക്ക് ചെല്ലുകയും സംഘർഷം ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് വെടിവെപ്പ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ആ സംഘർഷത്തിൽ ആളുകൾക്ക് പരിക്കേൽക്കണം, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ എന്തെങ്കിലും കേസുകളോ ആളുകൾ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥ അതൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സംഘർഷം ഉണ്ടായി എന്ന് പോലീസ് പറയുന്നു. അങ്ങനെ സംഘർഷം ഉണ്ടായി ഇങ്ങനെ കൂട്ട വെടിവെക്കലാണോ? അതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. എവിടുന്നാണ് ഈ സംഘർഷം തിയറി ഉണ്ടായത് എന്ന് അത് നോക്കുമ്പോഴാണ്. പക്ഷേ ഭീമാപ്പള്ളിക്കാർ അങ്ങനെ അവർ ലെസ്സർ ഹ്യൂമൻസാണ്, കീഴ്ജന്മങ്ങളാണ്, അർദ്ധമനുഷ്യരാണ്. അവരങ്ങനെ കൊല്ലാം എന്ന ഒരു മനോഘടനയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കാനും പറയാൻ ആരും ഉണ്ടാവില്ല. കാരണം 2 പ്രശ്നമുണ്ട്. ഒന്ന്, അവർ മുസ്ലിങ്ങളാണ്, അതൊരു ഈ നിലക്ക് ഭീകരവൽക്കരിക്കപ്പെട്ടൊരു മുസ്ലിം ലൊക്കാലിറ്റിയാണ്. രണ്ടാമത്തത്, അവർ സോഷ്യൽ ക്യാപിറ്റൽ തീരെ ഇല്ലാത്തൊരു സാമൂഹ്യ വിഭാഗമാണ്. മത്സ്യത്തൊഴിലാളികൾ, ആ മേഖലയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ ഒരു നിലക്കും നമ്മളുടെ അംഗീകൃതമായ സാമൂഹിക ശ്രേണി പദവിയിൽ
അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന ഒരു ജനവിഭാഗമല്ല. അവർ ഒരു അപരദേശമാണ്, ഒരു അപര സമൂഹമാണ്. ഈ അപരദേശങ്ങൾക്കും അപര സമൂഹങ്ങൾക്കുമെതിരെ സ്റ്റേറ്റിന് എന്ത് വയലൻസ് നടത്താം എന്നൊരു നില ഒരു ഭാഗത്തുണ്ട്. രണ്ടാമത്തെ ഇതിലെ പ്രശ്നം ഇതൊരു മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇത് മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അത് ഇന്ത്യയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു നമ്മൾ നോക്കണം. അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ജനാധിപത്യത്തിലെ വലിയൊരു പ്രശ്നമാണ് ഈ മുസ്ലിം ക്വസ്റ്റ്യൻ. അതേപോലെയുള്ളൊരു പ്രശ്നമാണ് ദലിത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ മുസ്ലിം ക്വസ്റ്റ്യൻ ദലിത് ക്വസ്റ്റ്യൻ നമ്മളെടുക്കുക, സാധാരണ ദലിത് മുസ്ലിം പ്രശ്നം നമ്മൾ പറഞ്ഞു പോകും. ഇത് തമ്മിൽ അടിസ്ഥാനപരമായൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ദലിതുകൾ മാറ്റി നിർത്തപ്പെടുന്നു, അവർ ഭരണകൂടത്തിൻ്റെയും ഈ മേധാവിത്വ സമൂഹങ്ങളുടെയും ബഹിഷ്കരണത്തിന് വിധേയമാവും. അതൊക്കെ ശരിയായിരിക്കെ തന്നെ ദലിത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭരണഘടനാപരമായി എൻഡോസ് ചെയ്യപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് നമുക്ക് SC/ST അട്രോസിറ്റീസ് ആക്ട് ഉണ്ടായത്. അതുകൊണ്ടാണ് നമുക്ക് ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും SC/ST സംവരണമുള്ളത്. 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 16 മണ്ഡലങ്ങൾ SC/ST വിഭാഗത്തിന് റിസർവ് ചെയ്തിട്ടുണ്ട്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2 മണ്ഡലങ്ങൾ SC/ST വിഭാഗത്തിന് റിസർവ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഭരണഘടനാപരമായി എൻഡോസ് ചെയ്തിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒരു സെറ്റിൽഡ് ക്വസ്റ്റ്യനാണ്. പക്ഷെ പ്രായോഗിക തലത്തിൽ എത്രത്തോളം ആയി എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ മുസ്ലിം ക്വസ്റ്റ്യൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾ അവരുടെ സാമൂഹിക നിലവാരം ദലിതരേക്കാൾ പിറകിലാണെന്ന് സച്ചാർ കമ്മിറ്റി പോലുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങൾ ഒരു മുസ്ലിം ക്വസ്റ്റ്യൻ റേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മുസ്ലിം പ്രശ്നത്തെക്കുറിച്ച് മുസ്ലിം ക്വസ്റ്റ്യൻ ഭരണഘടനാപരമായി അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരാൾ സംസാരിച്ച് കഴിഞ്ഞാൽ അയാൾ എളുപ്പം തീവ്രവാദിയാക്കപ്പെടുന്നു, ഭീകരവാദിയാക്കപ്പെടുന്നു, മൗദൂദിയാക്കപ്പെടുന്നു, സുഡാപ്പിയാക്കപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. അതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ, അത് ഇടതുപക്ഷവും മധ്യപക്ഷവും വലതുപക്ഷവും എല്ലാവരും അതിലൊരേ പൊസിഷനാണ്. പിന്നെ മുസ്ലിം പ്രശ്നങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾ സംസാരിക്കാൻ പാടില്ല. വലതുപക്ഷം അതിനെ അതിശക്തമായി വിമർശിക്കും. മധ്യപക്ഷം വലതുപക്ഷം എന്ത് വിചാരിക്കും, എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിൽ പരുങ്ങലിൽ നിൽക്കും. ഇടതുപക്ഷം അങ്ങനെ പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കും. പക്ഷെ അത് മുസ്ലിങ്ങളത് സംസാരിക്കരുത്, അത് ഞങ്ങൾ സബ് കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അത് ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തും എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ച്, അപ്പോൾ മുസ്ലിം പ്രശ്നങ്ങളെക്കുറിച്ച്, ഭീമാപ്പള്ളിയെക്കുറിച്ച് അല്ലെങ്കിൽ ഏത് പ്രശ്നമാകട്ടെ അതിനെക്കുറിച്ച് മുസ്ലിങ്ങൾ സംസാരിച്ചാൽ അവരും സുഡാപ്പിയാണ്, അവരും തീവ്രവാദികളാണെന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. അപ്പോൾ അത് ഞങ്ങൾ സബ് കോൺട്രാക്റ്റ് എടുത്ത ഒരു ഏരിയയാണ്, അതിൽ നിങ്ങൾ വർക്ക് ചെയ്യരുത്. അപ്പോൾ നോക്കണം, ഇപ്പം ഒരു സ്ത്രീ പ്രശ്നത്തെക്കുറിച്ച് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നു സ്ത്രീ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ. ഫെമിനിസ്റ്റുകൾക്ക് നമ്മൾ സാമൂഹികമായ അംഗീകാരം കൊടുക്കുന്നു, അവർ അതേക്കുറിച്ച് സംസാരിക്കുവാനുള്ള അവരുടെ ഉത്തരവാദിത്വത്തെയും അവരുടെ ബാധ്യതയും നമ്മൾ ബഹുമാനിക്കുന്നു. ലൈംഗിക ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് LGBT മൂവ്മെൻറ്റുകൾ സംസാരിക്കുന്നു, അവർക്ക് അതേക്കുറിച്ച് സംസാരിക്കാനുള്ള അവരുടെ ഉത്തരവാദിത്തത്തെ അവരുടെ ബാധ്യതയെ നമ്മൾ അംഗീകരിക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ മുസ്ലിം പ്രശ്നത്തെക്കുറിച്ച് മുസ്ലിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഇതാണ് മുസ്ലിം പ്രശ്നം ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന ഇടതുപക്ഷം പോലും സ്വീകരിക്കുന്ന സമീപനം. എന്തുകൊണ്ട് ഭീമാപ്പള്ളി മൗനത്തിൽ ഒതുങ്ങിയെന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങളായ അതിൽ തന്നെ സോഷ്യൽ ക്യാപിറ്റൽ ഏറ്റവും കുറഞ്ഞ ഒരു വിഭാഗത്തിന് നേരെ നമ്മുടെ സ്റ്റേറ്റും നമ്മുടെ മാധ്യമങ്ങളും ചേർന്ന് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വയലൻസിൻ്റെ ഒരു മൂർധന്യ രൂപമായിരുന്നു ഭീമാപ്പള്ളി വെടിവെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം പോലും മാധ്യമങ്ങൾ അതിനോട് സ്വീകരിച്ച സമീപനം എന്താണ്? ഭീമാപ്പള്ളി പ്രമേയമായി വന്ന റെഫറൻസായി വന്ന സിനിമകൾ അതിനോട് സ്വീകരിച്ച സമീപനം എന്താണ്? നമ്മുടെ സാംസ്കാരിക പഠനങ്ങൾ അതിനോട് സ്വീകരിച്ച സമീപനം എന്താണ്? ഭീമാപ്പള്ളിയുടെ 15ാം വർഷത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ മുസ്ലിം ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആ പ്രശ്നം, അതിൻ്റെ ഗൗരവം എന്താണ്, അത് ഉന്നയിക്കുന്നതിൻ്റെ അപകടാവസ്ഥ എന്താണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ്. സാർ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് തുടങ്ങാം. അതായത് ഈ വിഷയത്തിലൊരു കുറ്റകരമായ മൗനം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഭീമാപ്പള്ളി എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ പ്രശ്നമുള്ള സ്ഥലമാണ് എന്ന് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ, സിനിമകൾ
അതൊക്കെയാണല്ലോ കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ അതിൽ? അല്ല, എന്തുകൊണ്ട് ആളുകൾ അതിൽ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ആളുകൾക്ക് അതൊരു സാധാരണ സംഭവമാണ്, പോലീസ് ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുള്ളതാണ് ചോദ്യം. അത് നോക്കൂ രേഷ്മ, 15 വർഷം മുമ്പുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നത്തേക്കാൾ ഒരു പക്ഷേ സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഒക്കെ സാധ്യത, അല്ലെങ്കിൽ ആളുകളുടെ വസ്തുതാന്വേഷണത്തിൻ്റെ സാധ്യത കുറച്ചുകൂടി കുറഞ്ഞ കാലമാണ്. ഇന്ന് പോലീസ് എന്തെല്ലാം പ്ലാൻ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അന്ന് പോലീസ് പ്ലാൻ ചെയ്യുന്ന സംഗതികളെ അതേപടി മാധ്യമങ്ങൾ വിഴുങ്ങിക്കൊണ്ടിരുന്ന കാലമാണ്. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് വെടിവെച്ചു എന്ന ചോദ്യത്തിന് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ വന്ന വാർത്ത റോക്കറ്റ് ലോഞ്ചറുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു, സ്ഫോടക വസ്തുക്കൾ, അവർ ആക്രമണത്തിന് ചുരിഞ്ഞു, പോലീസിനെ ആക്രമിക്കാൻ അപ്പുറത്ത് പോയി ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പള്ളികളും സ്ഥാപനങ്ങളും കത്തിക്കാനുള്ള പദ്ധതിയിട്ട് സഞ്ചരിക്കുകയായിരുന്നു എന്നതാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത. എന്നാൽ ഒരു വലിയ കലാപം വരെ ആസൂത്രണം ചെയ്തതിൻ്റെയോ അതിനുവേണ്ടി ആയുധങ്ങൾ കോപ്പ് കൂട്ടിയതിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള വയലൻസിലേക്ക് അവരും സംഘം ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയതിൻ്റെയോ തെളിവുകളും നമ്മുടെ മുമ്പിലില്ല. ഓക്കെ, പക്ഷേ പോലീസ് അത് പ്ലാൻ ചെയ്തു. അതായത് പോലീസ് വിവേചനരഹിതമായി വെടിവെച്ചു, 6 പേരെ കൊന്നു. 16 വയസ്സുള്ള ഫിറോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൂടി അതിനകത്തുണ്ട് എന്നത് ഓർക്കണം. പിന്നെ 3 പേർ കൊല്ലപ്പെട്ടു, 50 പേർക്കെങ്കിലും ഗുരുതരമായി അവിടെ പരിക്കേറ്റു. എന്തിനാണ് പോലീസ് വന്ന് അവിചാരിതമായി ഇങ്ങനെ വെടിവെച്ചത് എന്ന് അന്നത്തെ സംഭവം കണ്ടു നിന്നവർക്കോ വെടിയേറ്റവർക്കോ വെടിയേറ്റു മരിച്ചവർക്കോ ഇപ്പോഴും അറിയില്ല. കാരണം ശരിയാണ്, അതിന് മുമ്പ് ഒരു വയലൻസിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ ദാവൂസായി പറഞ്ഞ പോലെ കൊമ്പ് ഷിബു എന്ന് പറഞ്ഞ ഒരു ക്രിമിനൽ, അയാൾ വലിയ തുറയിൽ നിന്ന് ഭീമാപ്പള്ളിയിൽ വന്ന് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് പ്രശ്നം ഉണ്ടാക്കി, പൈസ തരില്ലെന്ന് പറഞ്ഞു, ബഹളമായി, ഉറൂസ് നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അയാളെ പരാതി കൊടുക്കുന്നു, അയാളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നു. അറസ്റ്റ് ചെയ്യാൻ വൈകാതാവുന്നതോടെ വീണ്ടും അയാൾ വരുന്നു, വണ്ടി തടയുന്നു, ബഹളം ഉണ്ടാക്കുന്നു. അങ്ങനെ കുറേ സീൻ അവിടെയുണ്ട്, പോലീസ് ഇടപെടേണ്ട കുറേ സാഹചര്യമുണ്ട്. അതിൻ്റെ പേരിൽ ഒരു അസുഖകരമായ കാലാവസ്ഥ അവിടെ നിലനിന്നിരുന്നു എന്നത് ശരിയാണ്. അതേ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ സംഘടിച്ചു എന്നതും ശരിയാണ്. പക്ഷേ പോലീസ് വന്നൊരു പ്രത്യേക വിഭാഗത്തിൽ മാത്രം വെടിവെപ്പ് നടത്തി ആളെ കൊല്ലാനുണ്ടായ സാഹചര്യം എന്താണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭാ ലൈബ്രറിയിൽ അവൈലബിൾ ആണെന്ന് പറയുന്നു. അപ്പോൾ അതിനകത്ത് കുറേ വിവരങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് വാർത്തകൾ മനസ്സിൽ തപ്പിയാൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യം, അതായത് തലേദിവസം രാത്രി കുറേ വയലൻസ് സംഭവിച്ചിരുന്നു. ആ വയലൻസ് പോലീസ് വന്ന് വെടിവെച്ചില്ലായിരുന്നുവെങ്കിൽ ആ വയലൻസ് വലിയ ലഹളയായിട്ട് മാറിയേനെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പോലും പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗത്തിന് നേരെ വെടിയുതിർത്തില്ലായിരുന്നുവെങ്കിൽ അതൊരു വയലൻസായി മാറിയേനെ എന്നൊരു കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. അതിൻ്റെ പോലും സാങ്കത്യത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട് വീണ്ടും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം പോലീസ് പറയുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ. പോലീസ് പറഞ്ഞ അവരുടെ കയ്യിൽ ഇത്രയും ആയുധങ്ങളുണ്ടായിരുന്നു, അവർ കലാപത്തിന് പോവുകയായിരുന്നു, അവരുടെ കയ്യിൽ റോക്കറ്റ് ലോഞ്ചർ ഉണ്ടായിരുന്നു പോലുള്ള സംഗതികൾക്ക് ഒരു തെളിവും നമ്മുടെ മുമ്പിലില്ല. അന്നത്തെ സാഹചര്യത്തിൽ കുറേ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്തിരുന്നു. അന്ന് AV ജോർജ് എന്ന് പറയുന്ന വളരെ കുപ്രസിദ്ധനായ പോലീസ് ഓഫീസർ, ഇപ്പോൾ അദ്ദേഹം വിരമിച്ചു. അദ്ദേഹം ഏതൊക്കെ കേസിൽ, ഇപ്പോൾ നമുക്ക് വരാപ്പുഴയിലെ ശ്രീജിത്ത് കൊലപാതകത്തിലടക്കം അദ്ദേഹം എങ്ങനെയാണ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതെന്നറിയാം. അന്ന് അദ്ദേഹം അവിടെ ചുമതലയുണ്ടായിരുന്ന ആൾ, വളരെ പ്രധാനപ്പെട്ട സീനിയർ ഓഫീസേഴ്സൊക്കെ അവധിയും ഇദ്ദേഹത്തിനായിരുന്നു ചുമതല. അങ്ങനെയാണ് വെടിവെപ്പ് നടക്കുന്നത്. ഏതാണ് ഒരു വെടിവെപ്പ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് നേരെ വെടിവെക്കണമെങ്കിൽ പാലിക്കേണ്ട എല്ലാ ഫോർമാലിറ്റീസും പൂർത്തിയാക്കാതാണ് വെടിവെച്ചത് എന്നത് ഓർക്കണം. എന്നിട്ട് കൂടി പോലീസ് ആ നിലയ്ക്ക് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടില്ല. സസ്പെൻഡ് ചെയ്യപ്പെട്ട മുഴുവൻ ആളുകളെയും സർക്കാർ തിരിച്ചെടുത്ത് പ്രൊമോഷൻ കൊടുത്തു. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് നേരെ വെടിവെച്ചുണ്ടാക്കിയ സ്വതന്ത്ര കേരളമാക്കപ്പെട്ടതിന് ശേഷം നടന്ന ഏറ്റവും വലിയ വെടിവെപ്പും ഏറ്റവും വലിയ കൊലപാതകം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒന്നാണ്. മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇതുവരെ വെടിവെപ്പുണ്ടായിട്ടില്ല, വെടിവെച്ച ആളെ കൊന്നിട്ടില്ല. എന്നിട്ട് അതിനെ പൊളിറ്റിക്കലി ഓഡിറ്റ് ചെയ്യാനോ അതിൽ നിലപാട് പറയാനോ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPIMൻ്റെ സർക്കാർ ഇരിക്കുമ്പോഴാണ് ഈ വെടിവെച്ച ആളെ കൊല്ലുന്നത് എന്നോർക്കണം. അതിന്മേൽ രാഷ്ട്രീയമായ ഒരു പരിശോധന നടത്താനോ രാഷ്ട്രീയമായ ഒരു നിലപാട് പറയാനോ CPIM പോലും തയ്യാറായില്ല എന്നത് ഗുരുതരമായി കാണേണ്ട കാര്യമാണ്. അതിൻ്റെ പ്രധാന കാരണം നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ നിലപാട് പറയുന്നതിലേക്ക് ലെഫ്റ്റിനെ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാമൂഹിക കാലാവസ്ഥ ഇവിടെ ഇല്ല. കൊന്നതാരെയാണ്? ഭീമാപ്പള്ളിയാണ്. എത്രയോ സിനിമകൾക്കകത്ത് ഭീമാപ്പള്ളിയെ മോശമായിട്ട് റെഫർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന തരത്തിൽ മൈനോറിറ്റി കോളനി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ട്രാഫിക് സിനിമയിലൊക്കെ റെഫർ ചെയ്യുന്നുണ്ട്. കുഴപ്പം പിടിച്ച ഏരിയയാണ്, അവിടെ പോകുമ്പോൾ മാത്രം സൂക്ഷിക്കണമെന്ന്. അതിനുശേഷം വന്ന് മാലിക് എടുക്കണം. മാലിക് സിനിമ പരിശോധിച്ചാൽ അന്നത്തെ സംഭവം ആരുടെ സർക്കാരിൻ്റെ കീഴിലാണ് ആ സംഭവം ഉണ്ടായെന്ന് ലോകത്തിന് മുഴുവൻ അറിയാമായിരിക്കെ മുസ്ലിം ലീഗിൻ്റെ ഏതോ MLA ഓപ്പറേറ്റ് ചെയ്തതാണ് ഈ സംഭവം മുഴുവനെന്ന് സ്ഥാപിക്കാനാണ് മാലിക് സിനിമ. ചരിത്രത്തെ എങ്ങനെയാണോ തിരിച്ചു വയ്ക്കാൻ കഴിയുക അങ്ങനെയാണ് തിരിച്ചു വെച്ചിട്ടുള്ളത്. അനീതിയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പോലീസും സർക്കാരും നമ്മുടെ സമൂഹവും മാധ്യമങ്ങളും സിനിമകളും എല്ലാം നേരത്തെ ദാവൂസായി പറഞ്ഞ പോലെ എങ്ങനെയാണ് ആ സൊസൈറ്റിയോട്, ഭീമാപ്പള്ളിയോട്, അവിടുത്തെ മനുഷ്യരോട്, അവരുടെ ഐഡൻറ്റിറ്റിയോട് ചെയ്ത പാതകം എന്താണെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ 15 വർഷമായിട്ടും അതിനാർക്കെങ്കിലും ശരിയാവണ്ണം ഉത്തരം പറയേണ്ടി വരുന്നില്ല എന്ന് മാത്രമല്ല, അതിൽ ക്രിമിനൽ സ്വഭാവമുള്ള തരത്തിൽ പങ്കാളികളാക്കപ്പെട്ട മുഴുവൻ മനുഷ്യരും സംരക്ഷിക്കപ്പെട്ടു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് ഒരു കൂട്ടം ആളുകൾ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു, ഞങ്ങൾ വെടിവെച്ചില്ലായിരുന്നെങ്കിൽ കലാപം ഉണ്ടായാനേ എന്ന് സിമ്പിളായി പറഞ്ഞ് കുറേ പേരെ കൊന്നു എന്നതാണ്.
അതെത്ര ഈസി ആയിട്ട് പറ്റി? ഇപ്പോഴും അത് ചരിത്രത്തിൽ ഒരു എന്താ പറയുന്നത് ആർക്കും അന്വേഷിക്കേണ്ടാത്ത വിഷയമായി കെട്ടുകിടക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്കറിയാം. എത്രയും പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യന്മാരാണ് കൊല്ലപ്പെടുന്നത്, ഇപ്പോഴും വെറുപ്പിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. തീർച്ചയായും അത് തന്നെയാണ്. 15 വർഷങ്ങൾക്കിപ്പുറവും ഭീമാപ്പള്ളിയിലെ ജനതയോട് കാണിക്കുന്ന അനീതികളുടെ കഥ തന്നെയാണ് പറയാനുള്ളത്.